സ്കൂളിലേക്കും കോളേജിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് കൊടുത്തു വിട്ടത് ഈ ചപ്പാത്തി മിക്സ് ചെയ്തിട്ട് വെജിറ്റബിളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. വെജിറ്റബിൾ ഞാൻ വേവിച്ചിട്ടില്ല, ക്യാരറ്റ് ഞാൻ വേവിച്ചിട്ടില്ല, വേവിക്കാണ്ടാണ്. ഇതുപോലെ നമുക്ക് പച്ചക്കറികൾ വേവിച്ച് ഉടച്ചെടുത്ത് അങ്ങനെയും ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തു വിടാം. അങ്ങനെയാകുമ്പോൾ കുട്ടികൾ അത്യാവശ്യം പച്ചക്കറിയൊക്കെ നന്നായിട്ട് കഴിക്കും. ഡയറക്റ്റായിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരെ ഇങ്ങനെ നമുക്ക് കഴിപ്പിക്കാം. അപ്പം ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പം ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ വീട്ടിലുണ്ടാക്കിയെടുത്ത നെയ്യാണ്, ആ നെയ്യിലാണ് ചപ്പാത്തി ചുട്ടെടുക്കുന്നത്. കൂടെ ഞാൻ പനീർ കറിയാണ് കൊടുത്തു വിട്ടത് കേട്ടോ. ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചോപ്പർ വാങ്ങിച്ചിട്ടുണ്ട്. ആ ചോപ്പർ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഇത്തിരി ചെറുതായിപ്പോയി. ഇച്ചിരി കൂടെ വലുത് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ക്വാണ്ടിറ്റിയിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ നമുക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാനുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതൊക്കെ നമുക്ക് കുറച്ച് അളവിൽ എടുക്കാൻ പറ്റും. പിന്നെ ഞാനിതാ നെയ്യ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പാടെടുത്ത് മാറ്റി വെച്ച് ഒന്നിച്ചെടുത്ത് അടിച്ച് ഞാൻ ആ മിക്സിയുടെ ജാറുടെ കൂടെ തന്നെ ഫ്രിഡ്ജിലോട്ട് വയ്ക്കും. ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ നന്നായിട്ട് ഉറച്ചിരിക്കും. ആ ഉറച്ചത് നമുക്കിങ്ങനെ ഇട്ട് കൊടുത്ത് നെയ്യ് ഉണ്ടാക്കിയെടുത്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ച നെയ്യിലോട്ട് തന്നെ ബാക്കിയും കൂടെ ഒഴിച്ച് കൊടുത്തു. അത്യാവശ്യം നന്നായിട്ട് നെയ്യ് നമുക്ക് കിട്ടും. ഞാൻ നന്ദിനിയുടെ പാലാണ് വാങ്ങിക്കുന്നത് കേട്ടോ. പിന്നെന്താ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഗ്യാസ് തീർന്നു പോയി. പിന്നെ എടുത്ത് വയ്ക്കാൻ എനിക്ക് പേടിയാണ്, കട്ട് ചെയ്യാൻ. പിന്നെ ഞാൻ ഇൻഡക്ഷൻ സ്റ്റവ് ഒക്കെ ഉപയോഗിച്ച് പഴംപൊരിയൊക്കെ ഉണ്ടാക്കി.